പ്രിയമുള്ളവരെ, എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഉത്സവം കൂടിയാണ്. പ്രധാനപ്പെട്ട രണ്ട് സെമിറ്റിക് മതങ്ങളുടെയും പ്രവാചകനാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ക്രിസ്തു ലോകത്തിന് ചെയ്ത സംഭാവനകൾ കഴിഞ്ഞ 2000 വർഷത്തെ ചരിത്രത്തിൽ ക്രിസ്തുവിൻ്റെ അത്രയും ശ്രേഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിത്വം, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിനെ ഇതുപോലെ ചലിപ്പിച്ച ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മഹാനായ എബ്രഹാം ലിങ്കൻ, അദ്ദേഹം അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കാൻ അദ്ദേഹത്തിന് കിട്ടിയ പ്രചോദനം എന്ന് പറയുന്നത് ക്രിസ്തുവും ബൈബിളുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബൈബിള് ഇപ്പോഴും അമേരിക്കയിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഒബാമ സത്യപ്രതിജ്ഞ ചെയ്തത് എബ്രഹാം ലിങ്കൻ ഉപയോഗിച്ച ബൈബിളിലാണ്, അദ്ദേഹം വായിച്ചിരുന്ന ബൈബിൾ കൊണ്ടാണ്. അതുപോലെ മഹാനായ ഗാന്ധി, അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടാക്കിയ ഏറ്റവും ശക്തമായ സമര ആയുധമായിട്ടുള്ള സത്യഗ്രഹം അദ്ദേഹം കണ്ടെത്തിയത് ക്രിസ്തുവിൻ്റെ മലയിലെ പ്രസംഗത്തിൽ നിന്നാണ്. അതോടൊപ്പം അദ്ദേഹം ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകവും കൂടി സമന്വയിച്ചാണ് അത്തരമൊരു സമരമുറ അദ്ദേഹം കണ്ടെത്തിയത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ, സമകാലീന കാലഘട്ടത്തിൽ കടന്നുപോയ സൗത്ത് ആഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര സേനാനി നെൽസൺ മണ്ടേല, അദ്ദേഹം പറഞ്ഞത് ക്രിസ്തു ഞങ്ങൾക്ക് ദർശനവും ഗാന്ധി ഞങ്ങൾക്ക് പ്രായോഗിക സമീപനവും തന്നു, അതിലൂടെയാണ് ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലെ സ്വാതന്ത്ര്യ സമരം വിജയിപ്പിച്ചതെന്നാണ്. അങ്ങനെ ലോക സമൂഹത്തിന്, നമ്മൾ ഈ ജീവിക്കുന്ന സമകാലീന കാലഘട്ടത്തിൽ പോലും ക്രിസ്തു വളരെ ഇൻഫ്ലുവൻഷ്യലായി നീങ്ങുന്ന ഒരു വ്യക്തിത്വമാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള തിരുവെഴുത്തുകളും നമുക്ക് കാണാൻ കഴിയും. കാരണം ജോസഫീസ് എന്ന് പറയുന്ന യൂത, അതോടൊപ്പം തന്നെ യൂത സമൂഹത്തിൽപ്പെട്ട, പിന്നീട് റോമൻസിന്റെ സൈഡിലെത്തിയ ചരിത്രകാരൻ, റോമൻ ടെമ്പിൾ തകർക്കുമ്പോൾ ആ ടെമ്പിളിൽ തകർക്കുന്ന സാക്ഷിയായി നിന്ന് കണ്ട ജോസഫീസ് എന്ന് പറയുന്ന ചരിത്രകാരൻ, അദ്ദേഹത്തിന്റെ ചുരുളുകളിൽ ഗലീലിയിലൂടെ ക്രിസ്തു എന്നൊരാൾ ആളുകളെ പഠിപ്പിച്ചുകൊണ്ട് നടന്നിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിന് ശേഷം 50 വർഷങ്ങൾക്ക് ശേഷം വന്ന മറ്റൊരു ചരിത്രകാരനായ ടാസിറ്റസും ഇതുപോലെ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനെ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ ഒന്നിൽ കൂടുതൽ വ്യക്തികളോ ദൈവപുത്രനോ എന്തുവാണെങ്കിലും അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ച സന്ദേശങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. എന്നെപ്പോലെ ഒരു അഗ്നോസ്റ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ചരിത്ര പുരുഷനും സാമൂഹ്യമായ വളരെയേറെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയും ആയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു എന്ന് പറയുന്ന മഹാവ്യക്തിത്വത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തതായി ഒന്നും എന്നെ സംബന്ധിച്ചും ഇല്ല. ഞാനിത് പറഞ്ഞു വരുന്നത് ക്രിസ്തുവിൻ്റെ ഈ ജന്മദിനത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. ഇങ്ങനെ എല്ലാവരും ആഘോഷിക്കുന്ന ക്രിസ്തുവിൻ്റെ ജന്മദിനം ലിവർപൂളിലെ ക്രാനായക്കാർ, അവർ വലിയ വിശ്വാസികളാണെന്നാണ് പറയുന്നത്. അവർ വലിയ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വക്താക്കളാണെന്നാണ് പറയുന്നത്. അവർ രണ്ടായി തിരിഞ്ഞ് ആഘോഷിക്കാൻ പോവുകയാണ്. ക്രിസ്മസ് കരോള് അവർ രണ്ടായി നടത്തുന്നു. ഇത് ക്രിസ്തുവിൻ്റെ സമന്വയത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ പ്രതീക്ഷയുടെ, ക്രിസ്തു സമൂഹത്തിനുണ്ടാക്കിയ സാമൂഹിക വിപ്ലവത്തിൻ്റെ, അല്ലെങ്കിൽ മനുഷ്യസ്നേഹത്തിൻ്റെ അത്തരം നന്മകളുടെ ഏതെങ്കിലും പ്രതിഫലിക്കുന്നതാണോ ഇവരുടെ ഈ വിഭജിച്ചുള്ള ഈ കരോൾ എന്ന് എനിക്ക് സംശയം തോന്നുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാമെന്ന് വയ്ക്കുന്നത്. മനുഷ്യരെ സമന്വയിപ്പിക്കാനാണ് ക്രിസ്തു, കൺസെൻസസിന്റെ പാതയാണ് ക്രിസ്തു സ്വീകരിച്ചത്. അദ്ദേഹം ആർഗ്യുമെന്റ് നടത്തിയത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ്. അദ്ദേഹം നിശബ്ദനായി നിന്നാണ് പിലാത്തോസിന്റെ മുമ്പിൽ നിന്ന് മരണം ഏറ്റുവാങ്ങിയത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു സ്ഥലത്തും വാദിച്ച് ജയിക്കാൻ ശ്രമിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ നിശബ്ദതയാണ് പലപ്പോഴും പിന്നീട് ലോകത്തിന്റെ ശബ്ദമായി മാറിയത്. ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ കാരണം, എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരെ എങ്ങനെ ആഘോഷിച്ചാലും ഒരു പ്രശ്നമില്ല, കാരണം ഞാൻ അതിനെ ബോധർ ചെയ്യുന്ന ആളല്ല. പക്ഷേ ഒരു സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ടിട്ട ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ കേൾക്കാനിടയായി.
ആ ഓഡിയോ ക്ലിപ്പിൽ അവരുടെ കൺസേൺസ് അതൊരു സാമൂഹ്യമാണ് എന്ന് തോന്നിയുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത്തരം ഒരു വീഡിയോ ഇടാൻ തീരുമാനിച്ചത്. ഞാൻ ആ ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കാം. എല്ലാ ജ്ഞാനായ അസോസിയേഷനുകളും പറ്റിപ്പോയില്ല, ഒരു സെക്കൻഡ്. അസോസിയേഷനുകളും വർഷങ്ങളായിട്ട് ഓരോ സ്ഥലങ്ങളിൽ കരോൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ലാസ്റ്റ് ഇയറിൽ സജീച്ചൻ ഇവിടെ കരോള് നടത്താൻ തീരുമാനിച്ചു പള്ളിയിൽ നിന്ന്. അത് ശരിക്കും പറഞ്ഞാൽ അപ്പം തന്നെ ഒത്തിരി പേര് പറഞ്ഞതാണ് ഇത് നടത്തരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അസോസിയേഷൻ വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു കരോള് പെട്ടെന്ന് പള്ളി അവര് ചെയ്യുന്നു. മീൻസ് പള്ളി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കരോളിന് പോകുന്ന വീടുകളെല്ലാം സെയിം ആണ്. നമ്മൾ അസോസിയേഷനിലുള്ള ആൾക്കാർ തന്നെയാണ് പള്ളിയിലും ഉള്ളത്. അപ്പം അത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പള്ളിയിൽ നിന്ന് പോകുന്നു, നെക്സ്റ്റ് ഡേയിൽ നമ്മൾ പിന്നെ അസോസിയേഷന്റെ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കുറെ ഡേയ്സും നമുക്ക് പ്രോബ്ലം ആണ്. പിന്നെ നമ്മളിൽ തന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോബ്ലം വരുവാണ്. പള്ളിയുടെ പാർട്ടാവുന്നു, ഇതിന്റെ പാർട്ടാവുന്നു, അങ്ങനെ അത് കൂടുതൽ, അതായത് ഓൾറെഡി പ്രോബ്ലംസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് കുറച്ചും കൂടി ഒന്ന് വലുതാക്കുകയേ ഉള്ളൂ എന്ന് പലരും പറഞ്ഞതാണ്. എന്നിട്ടും അതൊന്നും ജസ്റ്റ് കൺസിഡർ ചെയ്യാതെ സജീച്ചനെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരും ജസ്റ്റ് അതിന് മുൻകൈ എടുത്ത് ഇവിടെ നടത്തി. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. പിന്നെ വേറൊരു കാര്യം, ഈ വർഷങ്ങളായിട്ട് ഈ അസോസിയേഷനുകൾ കരോളുകൾ എല്ലായിടത്തും നടത്തുന്നു, ലിവർപൂളിലും അങ്ങനെ തന്നെ. അപ്പൊ അതൊന്ന് ജസ്റ്റ് അവര് നടത്തിക്കൊണ്ടിരുന്നത് പള്ളിയിൽ നിന്ന് നടത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഞങ്ങൾ നടത്തുവാന്നോ അസോസിയേഷനോട് ഒരു തീരുമാനം ചെയ്യാതെയാണ് പെട്ടെന്ന് അത് അങ്ങ് ചെയ്തത്. അപ്പൊ അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് വലിയൊരു മിസ്റ്റേക്കാണ് പള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം അത് വലിയൊരു വീണ്ടും പ്രോബ്ലം ഉണ്ടാക്കുകയും ചെയ്തു. അതിപ്പോ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ വർഷം നമ്മള് അസോസിയേഷനിലുള്ള ആൾക്കാര് പോയിട്ട് പള്ളിയിൽ ചെന്നിട്ട് അച്ഛാ നമുക്കിത് ഇനിയിപ്പോ ഒന്നിച്ച് നടത്താന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും വീണ്ടും നമുക്കെന്നാ അങ്ങനെ ചെയ്യാന്ന്, അതായത് ഈ അസോസിയേഷനിലുള്ള ആൾക്കാര് മറ്റേ തിയറിയും മറ്റേ തിയോളജിയും ഇതൊന്നും പഠിച്ചിട്ടുള്ള, ക്ഷമയുടെ പാഠങ്ങളും ഒന്നും പഠിച്ചിട്ടുള്ള ആൾക്കാരല്ല, സാധാരണ അൽമായരാണ്. അവർക്ക് തോന്നി ഇതൊരു പ്രോബ്ലം ആണെന്ന് തോന്നിയിട്ട് ഇത് വീണ്ടും ഇനിയും ചെയ്താൽ വീണ്ടും ഒരു പ്രോബ്ലം ആകുമെന്ന് തോന്നിയോണ്ട് അവര് ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ നമുക്ക് ഇത് ഒന്നിച്ച് നടത്താം എന്ന് പറഞ്ഞപ്പം എന്നുള്ള റെസ്പോൺസ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാ പറഞ്ഞത്, ഇല്ല ഞങ്ങള് കമ്മിറ്റി തീരുമാനിച്ചേക്കുന്നത് നിങ്ങൾക്ക് സഹകരിക്കാം, പക്ഷെ അതിന്റെ പണം മൊത്തം ഞങ്ങൾക്ക് വേണം, അതാണ്. അപ്പം എനിക്കത് മീൻസ് അതിന്റെ ആ ഒരു നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരിക്കലും നമ്മൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ട് ഇതിലെ ഒരു അവസരം, അതായത് നമ്മൾ ഒന്നിച്ചു പോകാനുള്ള ഒരു അവസരം ആളുകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് പോലും അതുമായിട്ട് സഹകരിക്കാൻ തയ്യാറല്ല. അതിന്റെ അർത്ഥം ഇത് വിഘടിച്ച് തന്നെ പോകാനാണ്. എനിക്ക് പല ആൾക്കാരും ഞങ്ങളിവിടെ സുനീച്ചൻ വന്നപ്പോഴേക്കും പലരും പറഞ്ഞു നമ്മൾ സജീച്ചന്റെ ആറ്റിറ്റ്യൂഡ് അല്ല, ഹീസ് ഡിഫറെന്റ്, എല്ലാരും ഒന്നിച്ചു കൊണ്ടുപോകാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു അച്ഛനാണ്, ഇതിന്റെ മാറ്റങ്ങൾ വരും എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാരും ഭയങ്കര പ്രതീക്ഷയില് ഭയങ്കര ഒരു ഹോപ്പിലാണ് ഇവിടെ ചെന്ന് അച്ഛനോട് ഇത് ചോദിക്കുന്നത്. അപ്പം അച്ഛന്റെ അടുത്ത് നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഇതാണ്. ഒരുപക്ഷെ അച്ഛൻ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതായിരിക്കും, മറ്റുള്ളവര് പറഞ്ഞ് ഇവിടുത്തെ സിറ്റുവേഷൻ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവത്തില്ല. പക്ഷെ ഞാൻ സുനീച്ചനോട് പറയുവാണ്, അച്ഛാ ഇത് അച്ഛന്റെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും ഇവിടെ ഇതൊന്നിച്ചു കൂട്ടാൻ വേണ്ടി അച്ഛന് ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ. അച്ഛൻ ഇനിയും വൈകിട്ടില്ല, ഇനി അതിനെപ്പറ്റി തിങ്ക് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ ആൾക്കാരുടെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ട് മാത്രമാണ്. ഇതിൻ്റെ അകത്ത് പള്ളി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കുറെ പേരുണ്ട്. അതിൽ കുറെ പേര് നമുക്ക് ദൈവത്തോടുള്ള ഭക്തിയും പള്ളിയായിട്ട് സഹകരിച്ചു പോകാനുള്ള ഇതുകൊണ്ട് പള്ളി അച്ഛനെ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് കാണുന്നത് കൊണ്ട്, മീൻസ് തിരുവായ്ക്ക് എതിർവാക്കില്ലെന്ന് പറയുന്ന പോലെ സഹകരിക്കുന്നതുകൊണ്ടാണ് കുറെ പേര് പള്ളി ഇത് നടന്നു പോകുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് ആളുകള് എല്ലാ പള്ളികളിലും ഉണ്ടാവും, ജസ്റ്റ് അവരുടെ ഒരു ഷോ ഓഫിനോ അവരുടെ ഒരു പൊങ്ങച്ചത്തിനോ അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പള്ളി യൂസ് ചെയ്യുന്ന, അവർക്ക് ഒരു ഭക്തിയോ ഒന്നുമില്ല, അവർക്ക് ഡിവൈഡ് ചെയ്യുക, അവർക്ക് അവരെ ഡിവൈഡ് ചെയ്ത് റൂള് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരിക്കലും നമ്മുടെ സമൂഹത്തിനെ അവരിങ്ങനെ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരാൾക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ദ്രോഹം ചെയ്യാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ഒരു
ഒരു സമൂഹത്തിനെതിരെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിന്റെ നമുക്ക് എന്തായാലും നമ്മൾ ചെയ്യുന്നതിന്റെ നമ്മൾക്ക് ലൈഫിൽ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. പെട്ടെന്ന് ഇപ്പം വലിയൊരു സംഭവമായിട്ടൊക്കെ നമുക്ക് തോന്നും, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴും നമുക്കത് തിരിച്ചു കിട്ടും. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് വരും. അപ്പം ഇപ്പൊ കുറെ പുതിയ ആൾക്കാർക്കൊക്കെ ഇതെന്താണ് എന്ന് മനസ്സിലാവുന്നില്ല, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ അച്ഛനിപ്പം ഇതിന്റെ പണം മൊത്തം പള്ളിയിലേക്ക് പോകാന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഇപ്പം അവസാനം ഈ രണ്ടായിട്ട് നടന്നാലും ഒന്നായിട്ട് നടന്നാലും, രണ്ടായിട്ട് നടന്നാൽ ചില ഫാമിലീസ് വിചാരിക്കുമോ ഞാനൊരു 20 പൗണ്ട് ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, 10 പൗണ്ട് അസോസിയേഷന്, 10 പൗണ്ട് പള്ളിക്ക്. അല്ലാതെ ഇതിൻ്റെ അകത്ത് വലിയൊരു സാമ്പത്തിക ലാഭമാണോ അച്ഛൻ കാണുന്നെങ്കിൽ അതും വലിയതൊന്നും ഇല്ല. അറ്റ്ലീസ്റ്റ് അതവിടെ നിൽക്കട്ടെ. പണം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ LKF പോയാലും ഇതിലേക്ക് പോയാലും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഇത് പോകുന്നത്. ഇതാരും ഇതിൻ്റെ അകത്ത് ഒന്നും ആരുടെയും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതല്ല. ഇപ്പം ഇതിപ്പോ രണ്ടായിട്ട് പോവുക എന്ന് പറയുന്നത് ഭയങ്കര ബോറാണ്. പള്ളിയുടെ വകയായിട്ട് അസോസിയേഷന്റെ വകയായിട്ട് നമ്മൾ ഓരോ വീടുകളിലേക്കും സെയിം വീടുകളിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയായാലും ഇനിയിപ്പോ പള്ളിയിൽ അത് സമ്മതിക്കത്തില്ല, അവരുടെ രീതിയിൽ അവർ ഒന്നിച്ചാ പോകുന്നതെങ്കിൽ ഓക്കെ, അത് അങ്ങനെ നടക്കട്ടെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തിനാ അസോസിയേഷൻ ഇത്ര കഷ്ടപ്പെട്ട് അടുത്തതായിട്ട് പോകുന്നത്? നമുക്ക് ഒരു സൈഡിൽ നിന്ന് ആർക്കെങ്കിലും ഇത് നിർത്താം. ഈ ഒരു വാശിക്ക് ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എനിവേ, എനിക്ക് തോന്നിയൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ എന്റെ ഈ മെസ്സേജ് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഫോർവേഡ് ചെയ്യാം. കാരണം ഇപ്പൊ ഇത് ലിവർപൂളിൽ ഇതിങ്ങനെ സംഭവിച്ചു, ഇത് തന്നെ പല സ്ഥലങ്ങളിലും ഇതിനി സംഭവിക്കാൻ പല ആളുകളും ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഈ മാക്സിമം പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്തോ, എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല, എങ്ങോട്ട് വേണമെങ്കിലും ഷെയർ ചെയ്തോ. എന്റെ പേര് പ്രിയ റോജി. അപ്പൊ ഈ ഓഡിയോ നിങ്ങൾ കേട്ട് കാണുമല്ലോ. അപ്പൊ ഈ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കിയത്, ഇവിടുത്തെ സ്ത്രീകളുടെ ഇടയിൽ ഇത്തരത്തിൽ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. ഈ പരസ്പരം തമ്മിലടിച്ച് ഈ പള്ളി എന്ന് പറയുന്ന കൊള്ളസംഘം ഇത്തരത്തിൽ ആളുകളെ സമന്വയിപ്പിക്കാതെ പണത്തിന്റെ പേരിൽ ഇവർ നടത്തുന്ന ഈ നട്ടോട്ടം, അല്ലെങ്കിൽ ഈ ഇത്തരം വരുന്ന ഒരു ആർത്തി, അപ്പൊ അതിനൊന്ന് പ്രതികരിക്കണം. ഈ വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇതിലൊന്ന് പ്രതികരിക്കണം ടോമെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ചരിത്രപരമായ ഒരു കാര്യം കൂടെ വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് ഇവിടെ ഈ പള്ളി വരുന്നതിന് മുമ്പ് 2020 കൂടി എങ്ങാണ്ടാണ് ഈ ക്നാനായ സമൂഹത്തിന്റെ പ്രത്യേക മിഷനുകൾ വരുന്നത്. 2016 ഈ പള്ളി വരുന്നത്. അപ്പൊ ഈ പള്ളി വരുന്ന കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇതിവിടുത്തെ വീടുകളെ തമ്മിലടിപ്പിക്കും, ഇവിടെയുള്ള ആളുകളിൽ കലാപം ഉണ്ടാക്കാനാണ് ഇവന്മാർ വന്നിരിക്കുന്നത്, ഈ നാട്ടിൽ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇവിടെ പുതിയതായിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. യാന്ത്രികമായി കുറെ ഫോട്ടോകൾ ഈ ഫോട്ടോകളെടുത്ത് ഈ ബിഷപ്പിന്റെ കൂടെ നിന്ന് ഫോട്ടോകളെടുത്ത് ഫേസ്ബുക്കിലിട്ട് സൂഹിക്കാമെന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഈ പള്ളിയെ കൊണ്ട് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ സംഭവത്തിന്റെ പുറകിൽ ഇപ്പൊ ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. തമ്മിലടി മാത്രമാണ് ഇതിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ കുറെ അച്ഛന്മാർ പെണ്ണുപിടുത്തവും കഴിഞ്ഞ് നാട് വിട്ടുപോയി. പോലീസ് ഇവിടെയാണെങ്കിൽ അകത്ത് പോകുന്നുള്ളതുകൊണ്ട് തിരിച്ചുപോയി, രായ്ക്കിരാകാനും മുങ്ങിപ്പോയി. അത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ നടന്നിട്ടുള്ള കാര്യങ്ങളിവിടെ. ഇനി ഇവിടെ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം, ഇവിടെ ഈ ക്നാനായ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിലുള്ള UKKCയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം UK മുഴുവനായി ആരംഭിക്കുകയും ലിവർപൂളിൽ ക്നാനായ കമ്മ്യൂണിറ്റി രൂപപ്പെടുകയും ചെയ്തു. അത് 10-20 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ പ്രവർത്തനം ആരംഭിച്ചാണ്. ഇവിടെ മലയാളികൾ വന്ന കാലഘട്ടം മുതൽ ആ പ്രവർത്തനം ആരംഭിച്ചാണ്. അതിനുശേഷം അവർ ആ തരത്തിലൊരു കരോൾ പിരിവുകൾ നടത്തിയിരുന്നു. ആ കരോൾ പിരിവുകളും കരോൾ പരിപാടികളും ഒക്കെ നടത്തിയിരുന്നു. ആ പരിപാടികൾക്ക് കിട്ടുന്ന ചെറിയ പൈസ കൊണ്ടാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ യുവജനങ്ങൾക്ക് 25% കൊടുത്തിരുന്നു. കാരണം അവരുടെ പ്രവർത്തനങ്ങൾക്ക് യുവജന വിഭാഗത്തിന്റെ അങ്ങനെ ആ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം VG എന്ന് പറയുന്ന ഇവിടുത്തെ ക്നാനായ സമൂഹത്തിന്റെ VG എന്ന് പറഞ്ഞ വിഘ്ന ഗവേഷകൻ ഇവിടെ പാരിഷ് പ്രീസ്റ്റായിട്ട് വരികയും അദ്ദേഹം എവിടെ വിഘ്നം ഉണ്ടോ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എങ്ങനെ വിഘ്നം സൃഷ്ടിക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ VG എന്ന് പറഞ്ഞ പ്രവൃത്തി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ ഇവിടുത്തെ ക്നാനായ സമുദായം നടത്തിയിരുന്ന ഈ കരോൾ പരിപാടി അദ്ദേഹം ഏറ്റെടുത്ത് പള്ളിയിൽ നിന്നാണ് കരോള് പോകേണ്ടതെന്ന് അദ്ദേഹം പറയുകയും അങ്ങനെ പള്ളിയിൽ നിന്ന് കരോള് ആരംഭിക്കുകയും ചെയ്തു. അത് ഈ സമുദായക്കാരോട് ആലോചിക്കുകയാണ് ചെയ്തത്. ഇപ്പം ഞാൻ ഈ വിഘ്ന ഗവേഷകനോട് ഒരു ചോദ്യം ചോദിക്കാം. ഈ കരോള് ഏത് പള്ളിയിൽ നിന്നാണ് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോയത്? ക്രിസ്തു ജനിച്ചപ്പം ആട്ടിടയന്മാരും രാജാക്കന്മാരും വന്ന് പള്ളിയിൽ നിന്നാണോ? അന്ന് പള്ളി ഉണ്ടോ? അപ്പോൾ താങ്കൾ ഈ പള്ളിയിൽ നിന്നാണ് കരോള് പോകേണ്ടതെന്ന് അന്ന് പറഞ്ഞ ആൾക്കാരെ ഇളക്കി വിട്ടില്ലേ? അത് ഇതിന്റെ ന്യായം എന്താ? താങ്കൾ ഇവിടെ എന്തിനു വേണ്ടിയാണ് വന്നത്? ഈ ആളുകളെ തമ്മിലടിപ്പിക്കാനാണോ അതോ സമന്വയിപ്പിക്കാനാണോ വന്നത്? അതിനുശേഷം പിന്നീട് ഈ വർഷം ഈ പറയുന്ന സമുദായത്തിന്റെ ആൾക്കാർ ഈ അച്ഛനെ പോയി കാണുന്നു. അച്ഛനെ പോയി കണ്ടു പറഞ്ഞു, അച്ഛൻ നമുക്ക് ഒരുമിച്ച് പരിപാടി നടത്തണം എന്ന് പറഞ്ഞു. അപ്പം
അച്ഛൻ പറഞ്ഞു ഒരുമിച്ച് നിങ്ങൾ കൂടിക്കോ, പക്ഷെ പൈസ ഒന്നും തരികയില്ല, ഉണ്ണി യേശുവിന് കൊടുക്കുന്ന നേർച്ചയാണ് ഇത്, അത് പള്ളിയുടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉണ്ണി യേശുവിന് ഇവിടെ എന്തിനാ നേർച്ചയുടെ ആവശ്യം? ഇവിടെ മനുഷ്യർക്കല്ലേ നേർച്ചയുടെ ആവശ്യം, മനുഷ്യർക്കല്ലേ പൈസയുടെ ആവശ്യം. അപ്പോൾ അവർ പറഞ്ഞു അച്ഛൻ ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഈ 10-20 വർഷമായിട്ട് നടത്തിയിരുന്നത് ഈ പള്ളിയുടെ ഈ പറഞ്ഞ കാരോൾ പിരിവിൻ്റെ ഇങ്ങോട്ട് കൂടി പൈസ കൊണ്ടാണ്. അപ്പോൾ അത് ഇല്ല വന്നാൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു ഷെയർ ചെയ്യണം, ഇതെല്ലാം സമുദായത്തിന്റെ ഭാഗമല്ലേ എന്ന് പറഞ്ഞപ്പം അയാൾ പറഞ്ഞു ഇത് ഉണ്ണി യേശുവിന്റെ നേർച്ചയാണ്, അത് കൊടുക്കാൻ പറ്റുന്നത്. ഇതാണ് ഇവർ തമ്മിലുള്ള ഇപ്പോഴത്തെ ടഗോഫാറിന്റെ ഈ വടംവലിയുടെ കാരണം എന്ന് പറയുന്നത്. അതിനുപരി ഈ പള്ളിയും സമുദായം വന്നപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഉണ്ട്. അതിന്റെ കാരണം ഈ പള്ളിയുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് എല്ലാ ഓരോ പള്ളികൾക്കും ഓരോ അക്കൗണ്ട് ആയിരിക്കണമെന്നും ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ അധികാരം ഈ പറഞ്ഞ സമുദായത്തിന് കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് സമുദായക്കാരും പള്ളിയും തമ്മിൽ അന്നു മുതൽ പല വിധത്തിലുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു പ്രകടിത രൂപമാണ് ഈ കരോൾ പിരിവ് ഈ തരത്തിലാക്കാൻ അവർ ശ്രമിച്ചത്. ഈ തരത്തിൽ അവരാക്കുന്ന പല ന്യായങ്ങളും പറയുന്നുണ്ട്. ബ്ലാക്ക് ബേണോ അവിടെ കണ്ടൊക്കെ പള്ളിയുടെ അതിർത്തിയുണ്ട്, അവിടെയെല്ലാം പിരിവ് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഷെയർ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് ഈ ലിവർപൂളിലുള്ള ലോക്കലിൽ നടക്കുന്ന ഈ ലിവർപൂളിൽ നടന്നുകൊണ്ടിരുന്ന ഇതിനു മുമ്പ് നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ ഷെയർ കൊടുത്താൽ പോരെ. ഇവിടെ ഈ വെള്ളയിട്ട കുടിമാടങ്ങളായിട്ടുള്ള ഈ കുർബാന നാടകക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സമന്വയത്തിന്റെ വക്താക്കളല്ല, നിങ്ങൾ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞ സാധനത്തിന്റെ വക്താക്കളാണ്, നിങ്ങൾ തമ്മിലടിപ്പിക്കുന്നവരാണ്, നിങ്ങൾ റോമൻ കിങ്ങിന്റെ പ്രതിനിധികളാണ്, അല്ലാതെ ക്രിസ്തുവിന്റെ പ്രതിനിധികളല്ല. നിങ്ങൾ റോമ രാജാക്കന്മാർ എങ്ങനെയാണോ ഡിവൈഡ് ആൻഡ് റൂൾ നടപ്പിലാക്കിയത്, അത് എങ്ങനെയാണോ ലോകത്ത് മുഴുവൻ സ്പ്രെഡ് ചെയ്ത് അതിന്റെ വക്താക്കളാണ് നിങ്ങൾ, അല്ലാതെ നിങ്ങൾ ക്രിസ്തുവോ ക്രിസ്ത്യാനിയോ അല്ല. ക്രിസ്തുവിന്റെ ഭാഗമായിരുന്നു ഈ കുർബാന നാടകക്കാരെങ്കിൽ അവരിത് സമന്വയത്തിന്റെ പാത സ്വീകരിച്ചാണ്, ഇങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ തയ്യാറാകില്ലായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഈ ഇപ്പൊ ഈ UK നിങ്ങൾ ഈ പ്രവർത്തിക്കുമ്പം നിങ്ങൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കുക, ഇവിടുത്തെ പള്ളികൾ അടഞ്ഞ് ബാറായി മാറുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള ശുംഭന്മാർ ഈ പറഞ്ഞ ഈ വെള്ള വസ്ത്രമിട്ട കുർബാന നാടകക്കാരായിട്ടുള്ള യാതൊരു തരത്തിലുള്ള നന്മയില്ലാത്ത ക്രിസ്തുവിന്റെ ഒരു നന്മ ഉൾക്കൊള്ളാത്ത നിങ്ങളുടെ പ്രവൃത്തിയുടെ പരിണതഫലമായിട്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ഈ UK ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങളും ആ തരത്തിൽ തന്നെ അധപ്പതിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.